അംഗങ്ങളെ, ബഹുമാനപ്പെട്ട സഭാധ്യക്ഷൻ, പ്രോട്ടം സ്പീക്കർ ജി സുധാകരൻ ചെയറിലിരുന്നു. ഇനി സഭാ നടപടികൾ. ജനഗണമന അധിനായക ജയ ഹേ ഭാരത ഭാഗ്യ വിധാത പഞ്ചാബ് സിന്ധ് ഗുജറാത്ത് മറാഠ ദ്രാവിഡ ഉത്കല വംഗ വിന്ധ്യ ഹിമാചല യമുന ഗംഗ ഉജ്ജല ജലധി തരംഗ സർ, ഭരണഘടനയുടെ 180-ാം അനുച്ഛേദം 1-ാം ഖണ്ഡം അനുസരിച്ച് ബഹുമാനപ്പെട്ട കേരള ഗവർണർ നിയമസഭാ അംഗമായ ശ്രീ ജി സുധാകരനെ സ്പീക്കറുടെ കർത്തവ്യങ്ങൾ നിർവഹിക്കുന്നതിന് നിയമിച്ചിരിക്കുന്നു. ഭരണഘടനയുടെ 3-ാം പട്ടികയിൽ കൊടുത്തിട്ടുള്ള ഫാറം അനുസരിച്ച് പുതുതായി രൂപീകരിക്കപ്പെട്ട നിയമസഭയിലെ അംഗങ്ങളെ ശപഥമോ പ്രതിജ്ഞയോ ചെയ്യിക്കുന്നതിന് ഭരണഘടനയുടെ 188-ാം അനുച്ഛേദം അനുസരിച്ച് ശ്രീ ജി സുധാകരൻ MLA ബഹുമാനപ്പെട്ട ഗവർണർ നിയമിച്ചിരിക്കുന്നു. ബഹുമാനപ്പെട്ട ആദരണീയനായ മുഖ്യമന്ത്രി, ബഹുമാന്യനും ആദരണീയനുമായ പ്രതിപക്ഷ നേതാവ്, ബഹുമാനപ്പെട്ട സഭാംഗങ്ങളെ, 16-ാം കേരള നിയമസഭയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങ് ആരംഭിക്കാൻ പോവുകയാണ്. എല്ലാവരും ഓർഡറിൽ ആയിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഓർഡർ. ഭരണഘടനയുടെ 188-ാം അനുച്ഛേദപ്രകാരമുള്ള ശപഥം അഥവാ പ്രതിജ്ഞയാണ് ഇന്നത്തെ കാര്യവിവര പട്ടികയിലെ ഇനം. ഓരോ അംഗത്തിൻ്റെയും പേര് ഇംഗ്ലീഷ് അക്ഷരമാലാക്രമത്തിൽ സെക്രട്ടറി ഇപ്പോൾ വിളിക്കുന്നതാണ്. ബഹുമാനപ്പെട്ട അംഗം പേര് വിളിക്കുന്ന മുറയ്ക്ക് സെക്രട്ടറിയുടെ മേശക്കരികിലേക്ക് വന്ന് ശപഥമോ പ്രതിജ്ഞയോ ചെയ്ത് അംഗങ്ങളുടെ രജിസ്റ്ററിൽ ഒപ്പുവയ്ക്കേണ്ടതാണ്. രജിസ്റ്ററിൽ ഒപ്പുവയ്ക്കുന്നതിന് മുമ്പായി തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾക്ക് റിട്ടേണിംഗ് ഓഫീസർ നൽകിയ ഇലക്ഷൻ സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം. അതോടൊപ്പം 1986 കേരള നിയമസഭാ സാമാജികർ കൂറുമാറ്റത്തിൻ്റെ അടിസ്ഥാനത്തിൽ അയോഗ്യത കൽപ്പിക്കൽ ചട്ടപ്രകാരം നൽകേണ്ട 3-ാം നമ്പർ ഫോറവും പൂരിപ്പിച്ച് പ്രതിജ്ഞാ ഫോറത്തിൽ ഒപ്പുവെച്ച് സെക്രട്ടറിയുടെ പക്കൽ ഏൽപ്പിക്കേണ്ടതാണ്. രജിസ്റ്ററിൽ ഒപ്പുവെച്ച ശേഷം അധ്യക്ഷവേദിയെ അഭിവാദനം ചെയ്ത് ബഹുമാനപ്പെട്ട അംഗങ്ങൾ സ്വസ്ഥാനത്ത് ഉപവിഷ്ടരാകേണ്ടതാണ്. സെക്രട്ടറി പേരുകൾ വിളിക്കുന്നതാണ്. സത്യപ്രതിജ്ഞ. ശ്രീ VE അബ്ദുൽ ഗഫൂർ. VE അബ്ദുൽ ഗഫൂർ എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജ്യമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും
ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. മുകളിലോട്ട് കയറുമ്പോൾ അടുത്ത വിളിച്ചാൽ പറയാം. മുകളിലോട്ട് കയറിയിട്ട് ഇങ്ങോട്ട് വരട്ടെ. ശ്രീ പാറയ്ക്കൽ അബ്ദുല്ല. പാറയ്ക്കൽ അബ്ദുല്ല എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. ശ്രീ കെ എം അഭിജിത്ത്. കെ എം അഭിജിത്ത് എന്ന ഞാൻ നിയമസഭയിലെ ഒരു അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. ഇപ്പോൾ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുന്നു. മൂന്നാമത്തെ ആളാണ് സഭയിൽ. അക്ഷരമാലാക്രമത്തിലാണ് അംഗങ്ങളെ സത്യപ്രതിജ്ഞയ്ക്കായി ക്ഷണിക്കുന്നത്. കൃത്യം 9 മണിക്ക് തന്നെ സഭാ നടപടികൾ ആരംഭിച്ചു. പ്രോട്ടം സ്പീക്കർ ജി സുധാകരനാണ് ചെയറിൽ. പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ. അടുത്തതായി പ്രൊഫസർ ആബിദ് ഹുസൈൻ സത്യപ്രതിജ്ഞ. പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും സൃഷ്ടാവിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. കോട്ടയ്ക്കൽ നിന്നുള്ള MLA ആബിദ് ഹുസൈൻ തങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തു. ആബിദ് ഹുസൈൻ തങ്ങളാണ് നാലാമനായി. അടുത്തതായി അബിൻ വർക്കി.
അബിൻ വർക്കി കോടിയാട്ട് എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിന് നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. ആറന്മുളയിൽ നിന്നുള്ള MLA ആയി അബിൻ വർക്കി സത്യപ്രതിജ്ഞ ചെയ്തു ചുമതലയേറ്റു. ശ്രീ C. അജയ് പ്രസാദ്. അജയ് പ്രസാദാണ് അടുത്ത MLA. കൃത്യം 9 മണിക്ക് സഭാ നടപടികൾ ആരംഭിച്ച് ഇപ്പോഴത്തെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. C. അജയ് പ്രസാദ് എന്ന ഞാൻ നിയമസഭയിലെ ഒരംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നതിനാൽ നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് ഞാൻ നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ ഏറ്റെടുക്കുവാൻ പോകുന്ന കർത്തവ്യം ഞാൻ വിശ്വസ്തയോടുകൂടി നിർവഹിക്കുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. പുനലൂരിൽ നിന്നും വിജയിച്ച C. അജയ് പ്രസാദ് MLA ആയി ചുമതലയേറ്റു. സത്യപ്രതിജ്ഞ ചൊല്ലി ഒപ്പ് രേഖപ്പെടുത്തി മടങ്ങുന്നത് അജയ് പ്രസാദാണ്. C. അജയ് പ്രസാദ്.